സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗൈസ് ഓർ വാരിയേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് ക്യാമ്പിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രദീപ് മാസ്റ്റർ വന്നിട്ടുണ്ട് നേരത്തെ തന്നെ. നമ്മൾ കാറിലല്ല വന്നത്, നമ്മൾ ട്രെയിനിലാണ് വന്നത്. അല്ല, വണ്ടി ഓടിച്ച് വയ്യാണ്ടാവുന്നത്, ചൂടും വണ്ടിയും എല്ലാം ഓടിച്ച് ടയേർഡാവുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ട്രെയിനിലാണ് വന്നത്. പുലർച്ചെ 2 മണിക്ക് നമ്മൾ കയറി. അപ്പോൾ ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ട്. ആൾക്കാർ നൈസായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് കാണാം. മുന്നേ ഒരു കുറച്ച് മൂമെന്റ്സും കൂടി ഉണ്ട്, അത് നമ്മുടെ കഴിയും. അപ്പോൾ അതിനായിട്ട് മുന്നേ നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങി 2 മണിക്കൂർ ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് തിരിച്ചു പോവാം. അങ്ങനെ ആർക്കെങ്കിലും ഇപ്പം നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പം നിർത്താം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആദ്യത്തെ 1 മണിക്കൂർ തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പോവില്ല. പക്ഷെ നമ്മൾ എല്ലാവരോടും ചോദിച്ചു പോകണതാണ്, അത് ശീലമായിപ്പോയി. കാരണം നമുക്ക് ഇഷ്ടമല്ല പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, പവർഫുൾ ആയിട്ട് ചവിട്ട്. നമസ്കാരം. ഈ ഔറ ബോക്സിങ്ങിൽ ഇന്ന് ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിടത്തോളം ഇപ്പോൾ പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ട് നമുക്കിത് കംപ്ലീറ്റ് പഠിച്ചെടുക്കാനാവുന്നുള്ളേ. പിന്നെ ഇതുവരെ നമ്മൾ ചെയ്ത ട്രെയിനിങ്ങിലൊന്നും വലിയൊരു കുഴപ്പങ്ങളില്ലാത്ത രീതിയിലാണ്. ബാക്കിയുള്ള കൂടിയൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല ഇത് ചെയ്തെടുത്തോളം നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഔറ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കേട്ടത് യൂട്യൂബ് വഴിയാണ്. പക്ഷെ അത് ഏത് രീതിയിലാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വരെ രസകരമായതും ശരീരത്തിനും നമ്മളെ ജീവനും രക്ഷയുള്ളതും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂക്കത്തിന് എന്താ തോന്നിയത്? കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഏറ്റവും കൂടുതൽ. അതായത് ഇനിയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓറ ബോക്സിനെ പറ്റിയിട്ട് കുന്നമംഗലത്തു നിന്നാണ് അറിയാൻ പറ്റി. അവിടുത്തെ ആയുർവേദ ഡോക്ടർ ആണ് ഈ കാര്യത്തിനെ പറ്റി അറിയിച്ച്. ഞാൻ KSEB റിട്ടയർ ചെയ്ത ഒരു പെൻഷനറാണ്. 1.5 കൊല്ലമായി റിട്ടയർ ചെയ്തിട്ട്. വളരെ പ്രായോഗികമായിട്ടുള്ള പരിശീലന രീതികളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് ഈ പരിശീലന ക്രമങ്ങൾ ചെയ്യാൻ സാധിച്ചു. അത് ഈ മേഖലയിലേക്ക് ഇന്നെപ്പോലുള്ള ആൾക്കാരെ ഞാൻ ഇനിയും സ്വാഗതം ചെയ്യാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ട്രെയിനിലൊക്കെ വന്നിട്ടില്ല. ഞങ്ങൾ കുറേ നടന്നു, കുറേ കാണാമെന്ന് വെച്ചിട്ട്. പക്ഷേ ബ്ലോക്ക് കാരണമൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് നാളെ എറണാകുളം ക്യാമ്പും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ന് പറയുമ്പോൾ പ്രദീപ് മാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ 4th ക്യാമ്പായി ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. നമ്മളിന്ന് 2 ലേഡീസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോഴിക്കോട് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വ്ളോഗുകൾ ചെറുതായിട്ട് കുറച്ച് ടൈമില്ലാത്തതുകൊണ്ടാണ്, കുറച്ച് ക്യാമ്പ്സ് കുറച്ച് ബിസി ആവാനാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത്. നമ്മൾ അത് പിടിക്കും, നമ്മളൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടും, എല്ലാവരും പേടിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഔറ ബോക്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ സഹിതം എല്ലാം കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടാം.
അപ്പോൾ നമുക്കിന്നൊരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ ഗുഡ് ബൈ.